ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കുട്ടി മിന്ത്ര ക്ലോത്തിങ് ഹോളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു മിന്ത്ര ക്ലോത്തിങ് ഹോൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തോളാം. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ റീസെൻ്റ് ആയിട്ട് ഓൺലൈൻ ഒരു ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ് യു നോ ഗൈസ്, അതായത് നമ്മൾ മിനിമലി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, എന്ത് പ്രൊഡക്ട്സും ആവാം, മിനിമലി യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് ത്രിഫ്റ്റ് സ്റ്റോർസ് അവൈലബിൾ ആണ്. ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. ഞാൻ തന്നെ മേക്ക് ഷുവർ, അതായത് യൂസ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, ക്വാളിറ്റി വൈസ് 100% ഉറപ്പാണ് എന്ന് ഉള്ള ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് DM ചെയ്താൽ മതി. കുറേയും കൂടെ പ്രൊഡക്ട്സ് അതിൽ ആഡപ്പ് ആവാൻ വേണ്ടിയുണ്ട്. അപ്പം അത് ചെറിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം ഇന്നത്തെ നമ്മുടെ മിന്ത്ര ഹോളിലേക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് കിടക്കാം. നമുക്ക് ചെറിയ ക്ലോത്ത്സ് വെച്ച് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ഒരു വൈറ്റ് സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് കുറേ ആയി അന്വേഷിച്ച് നടക്കുന്നു. അത് നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് ക്ലോത്ത് കുറച്ച് നല്ലത് വേണമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരുമാതിരി ഒരു സുഖമില്ലാത്ത ക്ലോത്തായിരുന്നു. ഇത് ഡ്രസ്ബറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇവരുടെ ക്ലോത്ത് അടിപൊളി. ഈവൻ ദോ ഇത് വൈറ്റ് ആണെങ്കിൽ പോലും ഇത് സീ ത്രൂ പോലും അല്ല, അത്രയ്ക്ക് നല്ലൊരു ക്ലോത്താണ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല നല്ല ഭംഗിയിൽ കിടക്കും ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പാണ്. ജീനിൻ്റെ കൂടെ, പലാസോൻ്റെ കൂടെ, സ്കേർട്ടിൻ്റെ കൂടെ, ട്രൗസേഴ്സിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണിത്. ഇതിൻ്റെ റേറ്റ്, ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല, ഞാൻ ഇപ്രാവശ്യം നോട്ട് ചെയ്തിട്ടുമില്ല. എല്ലാ പ്രാവശ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഫോട്ടോയും വീഡിയോ ഒക്കെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അത് ഡ്രസ്ബറിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രസ്ബറിൻ്റെ എല്ലാ ഡ്രസ്സസും അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട്. ഇത് നമുക്ക് അടുത്തത് ഒരു ക്രോപ്പ് ടീഷർട്ടാണ്. അത്യാവശ്യം നല്ലൊരു ക്രോപ്പ് ടീഷർട്ടാണ് കേട്ടോ. ഇത് റോഡ്സ്റ്ററിൻ്റെ ആണ്. നല്ലൊരു പ്ലെയിൻ സോളിഡ് ഗ്രേ കളർ ആണ്. നല്ല കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓവർ സൈസ്ഡ് ആണല്ലോ അല്ലേ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓവർ സൈസ്ഡ് ക്രോപ്പ് ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെയും റേറ്റ് ഞാൻ കൊടുത്തേക്കാം. അടുത്തത് നമുക്ക് 3 ഡ്രസ്സസ് ആണുള്ളത്. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇതൊരു A-ലൈൻ നീ ലെങ്ത് ഡ്രസ്സാണ്. അതും കോളർ വന്നിട്ട് നല്ലൊരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഹൈ നെക്കാണ്. ഹൈ നെക്ക് നല്ല ഇതിനാണ് പറയുക. ഇതിന് ഈ ഒരു നെക്ക് പാറ്റേൺ എന്തോ ഒരു പേരുണ്ട് കേട്ടോ. അതറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ഡൗൺ ചെയ്യുക. ഇങ്ങനെയാണ് കഴുത്ത് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ടൈറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറ്റിയ കുടുക്ക് വീണ് പോയി. ഞാനേ ഈ ക്ലോസ് ചെയ്തേക്കുന്ന അതിൻ്റെ ഉള്ളിക്കൂടെ എടുത്തിട്ടാ. ഓക്കെ റെഡിയായി. ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ്. വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. ഇത് ജോർജറ്റ് ആണ് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ജോർജറ്റും, അടിയിട്ടത് ലൈനിങ് ആയിട്ട് വരുന്നത് ബനിയൻ ക്ലോത്ത് ആണ്. കുറച്ചൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. അടുത്തത് ഞാനൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരു റിസപ്ഷൻ ലുക്കായിട്ടും എൻഗേജ്മെൻറ്റ് ലുക്കായിട്ടും ഒരു നൈറ്റ് പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി മാക്സി ഡ്രസ്സാണ്. പിങ്ക് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഹാഫ് ഗോൾഡൻ കളറും ബാക്കി ഹാഫ് ഒരു ബീച്ച് കളറിലും വരുന്ന നല്ല അത്യാവശ്യം ഒരു ഫ്ലെയർ ഉള്ള ഒരു മാക്സി ഡ്രസ്സാണ്. വിത്ത് പോക്കറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ റേറ്റിൻ്റെ ഒരു റേഞ്ച് വന്നിട്ട് ഒരു 1700 to 1900 ഉള്ളിലാണ്.
ഇത് അത്യാവശ്യം നല്ല സീത്രൂ ആണ്. അപ്പം അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പ്രശ്നമാണ്. ബിക്കോസ് ഇതൊരു മാക്സി ഡ്രസ്സും കൂടെ ആവുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പ്രശ്നമായിട്ട് നിൽക്കും. അപ്പം അതെങ്ങനെയെങ്കിലും കോപ്പപ്പ് ചെയ്യാമെന്ന് ഉറപ്പുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ എന്താ സാറ്റിൻ ആണോ, സാറ്റിൻ പോലത്തെ ചെറിയൊരു ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. അടിപൊളി ഡ്രസ്സാണ്. അടിയിലേക്ക് നല്ല ഫ്ലെയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്, ഇതിൻ്റെ കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1700 to 1900 ഉള്ളിലാണ്. അതെനിക്കറിയാം കേട്ടോ. അപ്പം ഇതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ക്ലോത്താണ്. ആൻഡ് ഇതൊരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്ലോത്താണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വർക്കല പോയപ്പം അവിടെ യൂസ് ചെയ്യാമല്ലോ എന്നുള്ള വിചാരത്തിൽ വാങ്ങിയതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇട്ടില്ല. ഇതൊരു ഡ്രസ്സാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നത്തില്ല. അടിപൊളി ഒരു പ്ലെയിൻ ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ബലൂൺ സ്ലീവ്സ് ആണ് വന്നേക്കുന്നത് കേട്ടോ. വലിയ സ്ലീവ്സ് ആണ്, ബലൂൺ സ്ലീവ്സ്. അടിപൊളി നല്ലൊരു സ്ലീവാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുൾ ഓപ്പൺ ആണ്. ബാക്ക് സൈഡ് അവിടം തൊട്ട് അവിടം വരെ ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ മറ്റേ ഹുക്ക് ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെ ഇവിടെയായിട്ട് സിപ്പറും ഉണ്ട്. സൈഡിലൊക്കെ അത് ഉണ്ട്, 2 ഹോൾസ് ഉണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്ത് 2 സൈഡിലും 2 ഹോളൊക്കെ ആയിട്ട് നല്ല മെറ്റീരിയലാണ്. ഇതും ജസ്റ്റ് ബിലോ നീ കിടക്കുന്ന കേട്ടോ. എബവ് അല്ല, ജസ്റ്റ് ബിലോ, അല്ലെങ്കിൽ നീ ലെങ്ത് ഡ്രസ്സാണ് ഇത്. നമുക്ക് ഇപ്പം എന്താ പറയുക, മറ്റേ നിപ്പിൾ പാഡൊക്കെ വെച്ചിട്ട് ഇടാൻ പറ്റുന്നതാണ്. കാരണം ബാക്ക് ഫുള്ളായിട്ട് ക്ലോഷർ ആയതുകൊണ്ട് ഈവൻ ദോ ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പുള്ള ബ്രാ ആണെങ്കിലും കാണും. അത് ടോപ്പ് ടു ബോട്ടം ഫുള്ളായിട്ട് തുറന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് നിപ്പിൾ പാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇടാനൊക്കെ പറ്റും കേട്ടോ. അടിപൊളി ഒരു ഡ്രസ്സാണ്. ഇനി അടുത്ത ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ വേണം ഇതൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ കൈയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈയാണ്. കറക്റ്റ് ഒരു ബലൂൺ സ്ലീവ്സ് ആണ്. ഭയങ്കര വലിയൊരു സ്ലീവൊക്കെ ആയിട്ട് അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റും ഞാൻ ഓർക്കുന്നില്ല. ഇതിൻ്റെ ബ്രാൻഡ് ഒരു പേരും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പർച്ചേസ് ചെയ്ത് നോക്കേണ്ടവർ പർച്ചേസ് ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് കയറി നോക്കി ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ടാറ്റാ, ബൈ.